ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് കളർഫുൾ ഫ്രൈഡ് റൈസ്. അങ്ങനെ പറയും അതൊരു രസം, കാരണം അത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതിന് നമ്മൾ ഒരു 3 നാഴി അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതായത് 3 കപ്പ്. നിങ്ങൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അതേപോലെ നിങ്ങൾ കൂട്ടും കുറക്കൊക്കെ ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത അരി ഇത്രയുണ്ട്, അപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലായി. ഇതൊക്കെ ഞാൻ പറഞ്ഞത് പുതിയ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ഉപ്പിട്ട് കഴുകണേ, കാരണം നമ്മൾ വിഷാംശം നമ്മൾ മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ. വെള്ളം തെളിയുന്നത് വരെ, അതാണ് അതിൻ്റെ ഒരു പാകം. അതത്രയും കഴുകിയിട്ട് ഈ അരി നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ. സ്റ്റോക്ക് ചെയ്യുക. നമ്മൾ വെള്ളം തിളക്കുന്നത് വരെ, അരി വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അത് തിളക്കുന്നത് വരെ ഇത് വെള്ളത്തിൽ തന്നെ കിടക്കുന്നത് ആ അരിക്കൊരു സോഫ്റ്റ്നെസ് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ്, ഒരു കുറച്ച് ചെറുനാരങ്ങ, കുറച്ച് സൺഫ്ലവർ ഓയിൽ, അങ്ങനെ വെള്ളം തിളച്ച് അരിയിട്ട് നമ്മൾ ഊറ്റി വെച്ചതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ വേവിച്ച സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചത്. അത് വെറും കുരുമുളക് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ വേവിച്ച് വെച്ചതാണ്. അത് നമ്മൾ ആ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 5-6 വെളുത്തുള്ളിയും, പിന്നെ നമ്മൾ ഉള്ളിൻ്റെ തണ്ടിൻ്റെ വെള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാനിട്ടത്. അത് രണ്ടും നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ, അതായത് മൂപ്പിച്ച് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് വെക്കുക. അതായത് ക്യാരറ്റ്, ബീൻസ്, ഉള്ളിത്തണ്ട്, അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ഉപ്പ് ഇടുക കേട്ടോ. പിന്നെ നമുക്കിതാ മഞ്ഞ ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം, ചുവപ്പ് ക്യാപ്സിക്കം, അതല്ലേ ഞാൻ പറഞ്ഞത് കളർഫുള്ളാണെന്ന്. ഒക്കെ നല്ലോണം വാടി വരുമ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചത് നല്ലോണം ആ പച്ചക്കറീൻ്റെ അതേ പരുവത്തിൽ അരിഞ്ഞെടുത്താട്ടോ ഞാൻ ഇട്ടത്. പിന്നെ നമ്മളൊരു 2 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു. പിന്നെ കുറച്ച് ചില്ലി സോസ് ആട്ടോ ഒഴിക്കണത്. റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അതും ഇട്ടുകൊണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഞാനിടുന്ന അളവുകളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ 3 കപ്പ് ചോറിനുള്ള അരിക്കുള്ളതാണ് ഞാനിട്ടത്. അതേപോലെ നിങ്ങളെല്ലാത്തിലും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ്, അതൊക്കെ ഒരു ഫ്ലേവറാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഞാൻ കുറച്ച് കുരുമുളകും പൊടി ഇട്ടു കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും. അങ്ങനെ നല്ലോണം അതാകുമ്പോൾ ഒരു കുറച്ച് പഞ്ചസാര കേട്ടോ. അത് മധുരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ. പിന്നെ നമ്മൾ 4 മുട്ട കുരുമുളക് ഉപ്പിട്ടിട്ട് വേവിച്ച് ഉടച്ചതാണ് കേട്ടോ. ഞാൻ ലാസ്റ്റാണ് ഇത് ഇടേണ്ടത്. പച്ചക്കറികളൊക്കെ ഏകദേശം വാടി വരുമ്പോഴാണ് നമ്മൾ ഇത് ഇടേണ്ടത് കേട്ടോ. അത് ഇട്ടതിന് ശേഷം നമ്മളൊരു കുറച്ച് സുർക്ക കേട്ടോ, ഒരു ചെറിയൊരു പുളിപ്പും, അതായത് പച്ചക്കറിക്കൊക്കെ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ചോറ് ഇടാം കേട്ടോ അതിലേക്ക്. കുറേശ്ശെ ഇട്ടിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് ബാക്കി വരുന്ന നമ്മൾ ഉപയോഗിച്ച പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേലെ ഒന്ന് കുറച്ച് ഒരു മേലിട്ടിട്ട് ആ ആവിയിൽ അത് വേവണത് വേറൊരു ടേസ്റ്റ്. നമ്മൾ തീയൊക്കെ ഓഫാക്കിയല്ലോ ഇനി, എന്നിട്ട് അതൊരു കടിക്കണതൊരു ടേസ്റ്റ് ആട്ടോ. എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ.